നീ ആണാണെങ്കിൽ ഈ വിലങ്ങൊന്ന് അഴിക്കടാ. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോ? അമ്മേ, അച്ഛനെ പോയുള്ളൂ. അവളുടെ കല്യാണക്കാര്യം ഓർത്തൊന്നും നമ്മ ടെൻഷനാകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയിട്ട് നടത്താൻ ഞാനില്ല ഇവിടെ. ഒരു 100 രൂപ ഉണ്ടോ ക്യാഷായിട്ട്? അനിയേ, ഇങ്ങനൊക്കെ നടന്നാ മതിയടാ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സുധേച്ചിക്ക് ഒരു മോളല്ലേ? ആ, അതിന് അവളെനി കെട്ടിച്ചേരും. സ്റ്റുഡൻസ്, സ്കൂൾ ഗ്രൗണ്ടിൽ അടി നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകാർക്കും ഇന്ന് അവധിയാണ്. +1, +2 വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് സ്കൂൾ ഗ്രൗണ്ടിലാണ്. കാണിച്ചു തരണം ഒലയാടി വന്നാൽ. വൈകിട്ട് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, വരല്ലേ? അല്ല, ഇക്ക വരാണ്ട് കളി തുടങ്ങാൻ പറ്റില്ല. അതിനെന്താടാ, വരാലോ. വേറൊന്നുമില്ല, ബോൾ ഓർക്കാൻ ഇക്കയുടെ വേറെ ആളും ഈ കാട്ടിലോട്ട് പോകുന്ന ബോളൊക്കെ പെട്ടെന്ന് പറക്കി തരാൻ മിടുക്കനാണ്, മിടുക്കൻ തന്നെ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ബോൾ ഓർക്കിയാണ് ബോൾ ഓർക്കി. കഴിഞ്ഞ കളിയിലേക്ക് 8 6 അടിച്ചത് ആ ചേട്ടന്റെ ഓവറിലായിരിക്കും അല്ലേ? അതിന്റെ അസൂയായിരിക്കുമല്ലേ അവർക്ക്? അതിൽ 6 6 അടിച്ച് ഞാനാ, ബാക്കി 2 അടിച്ച് നിന്റെ തന്തേടി. നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്കാരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ. ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാലേ. നീയാണോ പഴയ ബീനു അല്ലേ? എന്റെ മോളെ നിർബന്ധിച്ച് ആനന്ദിനെ പോലെ ഒരുത്തനെ കെട്ടിച്ചു കൊടുത്തതില് എനിക്ക് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് മാറി. എന്താന്നറിയോ? രണ്ടും കണക്ക് തന്നെ. അല്ല ബോസ്, നമ്മള് പോയില്ല. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഷോട്ട് എടുക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യണം. അല്ല, കാറി കയറി നമുക്ക് പോണ്ടേ? അയ്യോ, നമ്മൾ കയറിയില്ലല്ലേ അതില്. എന്റെ പെങ്ങളെന്ന മണ്ടോത്തി കാലുകുത്തല്ല. വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? ഇതേത് ഭാഷ? കൂടെ അത് പറ, ഞാൻ പറയാ, ഇത് മലയാളം.